സൂറത്തുൽ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ട സൂറത്ത്, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. സൂറത്തുൽ ഇഖ്ലാസ് തായിദിനു സുലുസുൽ ഖുർആൻ, അത് ഖുർആനെ 3 കിടപിടിക്കുന്ന ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആനെ 3 കൂലെന്നല്ല. അപ്പൊ എല്ലാരും ആ ഇഖ്ലാസ് സൂറത്ത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഓതിക്കൊണ്ടേയിരിക്കുക. ഇഖ്ലാസ് സൂറത്ത് ഖുർആൻ കിട്ടാൻ കിട്ടോ നമ്മുടെ സഹോദരിമാരും ഖുർആൻ ഓതാൻ കഴിയുന്നവരെ ആ ഇഖ്ലാസ് ധാരാളം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ ഇഖ്ലാസ് എല്ലാ ദിവസവും ഓതുന്നതാണ്. പക്ഷെ ഇഖ്ലാസ് ഓതുമ്പോ തന്നെ ഒരുപാട് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായി ഞാൻ വിശദീകരിച്ച് പറയല്ല, അവസാനത്തെ ആയതുണ്ടല്ലോ, വലം യകുല്ലഹു കുഫുവൻ അഹദ്. സാധാരണ പല ആളുകളും കുഫുവൻ അഹദ് എന്ന് ഓതാറുണ്ട്. കുഫുവൻ അഹദ് ഇത് പറയേണ്ടി വന്നോണ്ട് പറയാണ്, പലപ്പോഴും കേൾക്കുന്നോണ്ട് പറയാണ്. കുഫുവൻ അഹദ് അല്ല, കുഫുവൻ അഹദ്. കുഫുവൻ അഹദ് എന്ന് പറയുമ്പോ ഒരു ശ്രദ്ധ നൂന് കൊടുക്കാൻ വെറുതെ, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു കൂലി കിട്ടൊന്നുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. കുഫുവൻ അഹദ് അവിടെ ഫാക്ക് ലമ്മാണ്, ഫാക്ക് സുകൂനൊന്നല്ല. എല്ലാരും ഓതുമ്പോ എന്ന് പോലെ സൂറത്ത് കുഫുവൻ അഹദ്, കുഫുവൻ അഹദ് അങ്ങനെ ഓതിക്കൊണ്ട് 1000 അല്ല 10,000 വട്ടം ഓതിയാലോ ഒരു കൂലിയും കിട്ടൂല. നമ്മൾ ഖുർആൻ ഓതുന്ന ഖുർആനായിരിക്കണം. അതിന് ഓരോ നിയമങ്ങൾക്ക് അതിനുണ്ട്. അക്ഷരങ്ങൾ അതിൻ്റെതായ യഥാർത്ഥ രൂപത്തിനായിരിക്കണം. അപ്പൊ നമ്മൾ ഇഖ്ലാസ് സൂറത്ത് ഓതുന്നുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ തന്നെ പറയണം. കുഫുവൻ അഹദ് ഓതരുതിട്ടാ നമ്മൾ വലിയ കൂലി കിട്ടൂല. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച്